വസ്തുതകൾ നിരത്തി കണക്കുകൾ വിശദീകരിച്ച് സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് സംസാരിച്ചാൽ അത് മലപ്പുറത്തിനെതിരായി ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് പിന്നിലെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ കൂടുതൽ വെളിപ്പെട്ടിരിക്കുന്നു. വർഗീയ അജണ്ടയുടെ ഭാഗമായി പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് പൊളിയുന്നത്. ദുർവ്യാഖ്യാനത്തിനും പുകമറ സൃഷ്ടിക്കാനും ദി ഹിന്ദുവിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തെ തെളിവായി ചിലർ ഉയർത്തിക്കാട്ടി. എന്നാൽ സംഭവിച്ചതോ? ആ ദേശീയ ദിനപത്രം തന്നെ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച് ഖേദം പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് ചിലത് അച്ചടിച്ചു വന്നത്. അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അത് സമ്മതിച്ച് ദ ഹിന്ദു എന്ന ദേശീയ പത്രം രേഖാമൂലം വിശദീകരിച്ചത് ഇതാണ്: മാധ്യമ പ്രവർത്തനത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത തെറ്റാണ് തങ്ങളുടെ ഭാഗത്തു നിന്നും സംഭവിച്ചത്. കോഴിക്കോട്ട് മുഖ്യമന്ത്രിയും ഇക്കാര്യം പറയുകയുണ്ടായി. മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചും ഒരു മതവിഭാഗത്തെ കുറ്റപ്പെടുത്തിയും മുഖ്യമന്ത്രി സംസാരിച്ചു എന്ന വ്യാജ പ്രചാരണത്തിന് പിന്നിലെ വ്യക്തികളും വർഗീയ സംഘടനകളും കേരളത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. സ്വർണ്ണക്കടത്തിലും ഹവാല കടത്തിലും നടപടികൾ കൂടുതൽ ശക്തമായി തന്നെ തുടരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. തെറ്റായ നടപടികൾ അംഗീകരിക്കില്ല, ആവശ്യമായ നടപടികൾ ഉണ്ടാവും. അതിനിടയിൽ സ്വർണ്ണക്കടത്തുകാരെയും ഹവാലക്കാരെയും പിടിക്കുമ്പോൾ ചിലർക്ക് പൊള്ളുന്നത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു.